കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് വന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും ക്ഷമയോടും കൂടെ ഈ തിരുവെഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പല ആശങ്കകളിൽ നിന്നും ഭയത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ, പത്യ ഉപദേശത്തിൽ, യാഥാർത്ഥ്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിശ്ചയമായും വഴി നടത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ അല്പമായ ധ്യാനത്തിന് വേണ്ടി വായിക്കുന്നു. ഒരു വചന പഠനത്തിലേക്ക് പോകുന്നു. ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. തുടർന്ന് ഇതിനോട് ബന്ധപ്പെട്ട മറ്റനേക യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത പഠനത്തിൽ പോകും. അതുകൊണ്ട് വളരെ ഷോർട്ടായി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിൽ ഒരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും മൂടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെള്ളസിംഹാസന ന്യായവിധി എന്ന് പറയുന്ന ഒരു ന്യായവിധിയെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് വായിച്ചത്. വാക്യങ്ങൾ ഓരോന്നായിട്ട് വിശദീകരിക്കുവാൻ നമുക്ക് ഇന്ന് അവസരമില്ല. മാത്രമല്ല, കാരണം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഈ വെള്ളസിംഹാസന ന്യായവിധി. ഇത് ക്രിസ്തീയ സഭയ്ക്ക് വളരെ പ്രബലമായ പോപ്പുലറായിട്ടുള്ള വചന പഠനത്തിന്റെ ഭാഗമാണ്. വിശ്വാസികളിലേറിയ പങ്കും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആശങ്കയുള്ളവരും ഭയചകിതരുമാണ്. കാരണം ആ നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധി സംഭവിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കാതിലെത്തുമ്പോൾ നിശ്ചയമായിട്ടും സദൃശ്യവാക്യത്തിൽ പറയുന്നത് പോലെ ജീവന്റെ വൃക്ഷം നമ്മുടെ ഹൃദയത്തിന് സൗഖ്യത്തെ കൊണ്ടുവരും, ആനന്ദത്തെ കൊണ്ടുവരും. അത് ഒരുപക്ഷെ നമ്മുടെ ബലത്തെ വർദ്ധിപ്പിക്കും, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കും. ഒരുപാട് വിശ്വാസികൾ, ഇത് ഫ്യൂച്ചറിസ്റ്റിക് വാദമാണ്. ഞാനിത് പറഞ്ഞത് ഭാവിയിലെല്ലാം സംഭവിക്കുന്നു. യേശുവിന്റെ മടങ്ങിയ ഒരു ഭാവിയിൽ സംഭവിക്കുന്നു. മഹത്വ പ്രത്യക്ഷത ഭാവിയിൽ സംഭവിക്കുന്നു. ഒലിവുമലയിൽ കർത്താവ് വരുന്നത് ഭാവിയിൽ, 1000 ആണ്ട് വാഴ്ച, പിന്നെ മഹോപദ്രവ കാലഘട്ടം, ഇങ്ങനെ അല്ല, അതിനു മുമ്പുണ്ട് മഹോപദ്രവ കാലഘട്ടം, പിന്നെ പിശാചിനെ എല്ലാം കൂടെ കെട്ടി കത്തിച്ച് കളയുക, പിന്നെ പുത്തനാകാശം, പുത്തൻ ഭൂമി, ഇങ്ങനെയുള്ള നിലയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനത്തിന് ധാരാളമായ പിന്തുണയുണ്ട്. പ്രസംഗിക്കാൻ ധാരാളം ആളുകളുണ്ട്. അതിനെ അംഗീകരിക്കുവാനും കോടിക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ എന്നാൽ വേദപുസ്തകത്തിന്റെ റിയാലിറ്റി അതല്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഒരു പ്രിട്രസ്റ്റ് ഭാഗമായി നിൽക്കുന്നത് അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഭാവിയിൽ സംഭവിക്കാനുള്ളതെല്ലാം കാത്തിരിക്കുന്ന ജനത്തിന് നടുവിൽ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ ദൈവത്തിന്റെ വലിയ കൃപയാൽ പ്രസ്താവിക്കുന്നത് അനുഗ്രഹമായി കരുതുന്നു. എന്താണ് വാസ്തവത്തിൽ ഈ വെള്ളസിംഹാസന ന്യായവിധി? ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം ആരംഭത്തിൽ ഓർമ്മിപ്പിക്കാം. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കർത്താവായ യേശു ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ അവരുടെ ഉപദേശങ്ങൾ, നമ്മളിവിടെ പ്രത്യേകിച്ച് പറയണം അപ്പോസ്തലിക ഉപദേശം എന്നൊക്കെ പറയില്ലേ. ഈ അപ്പോസ്തലന്മാരോ യേശു ക്രിസ്തുവോ ഒരിക്കലും തങ്ങളുടേതായ സ്വന്തം ഇഷ്ടത്തിനോ സ്വന്തം ആഗ്രഹത്തിനോ സ്വന്തം ചിന്തയിലോ ഒരു ഉപദേശങ്ങളും പഠിപ്പിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ വന്നിരിക്കുന്നത്. കാറ്റലു എന്ന ഒരു വാക്യം അതവിടെ കൊടുത്തിരിക്കുന്നത്. കാറ്റലു എന്ന വേർഡിന്റെ അർത്ഥം ഫിൽ ടു ദ ബ്രിം, അല്ലെങ്കിൽ വക്കോളം നിറയ്ക്കുക, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിവർത്തിയാക്കുക എന്ന, പൂർത്തീകരിക്കുക എന്ന അർത്ഥമാണ്. അതായത് നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്ര, അതിനെ കളയുവാനല്ല, എടുത്തു മാറ്റുവാനല്ല, അത് ഇല്ലായ്മ ചെയ്യുവാനല്ല ഞാൻ വന്നത്, ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ടും നിവർത്തിക്കുവാനാണ് വന്നത്. കർത്താവിന്റെ ജനനം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം വരെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി.
യേശുവിന്റെ രണ്ടാം വരവ് ആദ്യം പ്രസംഗിച്ചത് യേശുവല്ല. യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ആദ്യം പ്രസ്താവിച്ചത് പൗലോസല്ല. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് യേശു പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ ഉണ്ടായിരുന്നു. അത് മോശ മുതലുള്ള കാലഘട്ടങ്ങളിൽ രണ്ടാം വരവ് പ്രസംഗിച്ചിരുന്നു. കാരണം അത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്, ദൈവസഭയുടെ പൂർത്തീകരണമല്ല. ഒത്തിരി ആളുകൾ പറയാറുണ്ട് സഭയുടെ പ്രത്യാശയാണ് കർത്താവ്. പറയാം, നമുക്കിങ്ങനെ വൈബ്രേഷനിൽ സംസാരിക്കാൻ പറ്റും, ഇമോഷണലി സംസാരിക്കാൻ പറ്റും. ജനത്തിന്റെ ഹൃദയത്തിനകത്ത് അവരുടെ വികാരങ്ങളെ തട്ടി ഉണർത്തുന്ന നിലയിൽ നമുക്കത് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ദ ട്രൂത്ത് ഈസ് ദ ഓൾഡ് കവനന്റ് ഫുൾഫിൽമെന്റ്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ഓൾഡ് കവനന്റ് ഫുൾഫിൽമെന്റ്. മാത്രമല്ല, ദാറ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് the Feast of Tabernacle and the Feast of Rosh Hashanah and Yom Kippur. ഈ 3 ഉത്സവങ്ങളുടെ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരം. ആൻഡ് പറോസിയ ആൻഡ് മോർ ദാൻ ദാറ്റ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ദ ഇൻഡ്വെല്ലിംഗ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരമെന്ന ആ പുതുനിയമ യാഥാർത്ഥ്യം പഴയ നിയമത്തിന്റെ നിവൃത്തി. മാത്രമല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും പഴയ നിയമത്തിന്റെ നിവൃത്തിയാണ്. ദയവായിട്ട് ശ്രദ്ധിക്കണം. യേശുവിന്റെ ഉപദേശങ്ങളും അപ്പോസ്തലന്മാരുടെ ഉപദേശവും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യം പോകേണ്ടത് ഈ വിഷയങ്ങൾ എവിടെയാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. പഴയ നിയമത്തിൽ പോകാതെ പുതിയ നിയമത്തിൽ മാത്രം നിന്നുകൊണ്ട് നിങ്ങൾ ഒരു ഉപദേശത്തെ സ്ഥാപിച്ചാൽ നമ്മൾ ഇന്ന് ആത്മലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അസത്യങ്ങൾക്ക് നമ്മൾ കൂട്ടാളികളാകുകയും അതിനെ പിന്തുടരുകയും യാഥാർത്ഥ്യമില്ലാതെ ജീവിതം അവസാനിക്കേണ്ടി വരികയും ചെയ്യും. കാരണം ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ വെറും പ്രത്യാശയിൽ ജീവിതം തീർക്കാൻ പോകുന്നു എന്നത് പരമമായ ഒരു സങ്കട വിഷയമാണ്. കാരണം യേശുവിന്റെ വരവും കാത്ത് എല്ലാവരും കല്ലറയിൽ വിശ്രമിക്കുന്നു. കാരണം യേശുവിന്റെ വരവ് ഓൾറെഡി സംഭവിച്ചു എന്ന വസ്തുത ഇവിടുത്തെ മതപുരോഹിതന്മാർ മറച്ചു വെച്ചിരിക്കുന്നു. ബൈബിൾ കൃത്യമായി തുറന്ന പുസ്തകമായി നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ കൂടുതൽ മുഖവര പറയാതെ മുമ്പോട്ട് പോകുന്നു. യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കുവാനാണ് വന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാണ് പ്രവാചകന്മാരുടെയും അതേ സകലവിധമായ ന്യായപ്രമാണത്തിന്റെയും എൻഡ്. അവിടെ മുതൽ പുതിയത് ഒന്നില്ല. അവിടെ മുതൽ പൂർത്തീകരണം മാത്രമേ ഉള്ളൂ. ഓരോ ഇവന്റ്സ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓരോ ശുശ്രൂഷയും ഓരോ ഉപദേശങ്ങളും നിശ്ചയമായിട്ടും ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഓൾഡ് കവനന്റ്. യേശു ഗഹന്നായെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞ നിത്യനരകം, അഗ്നിനരകം, കെടാത്തതി, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ, ഗഹന്ന എന്ന പദത്തെ കർത്താവ് പല പ്രാവശ്യം തന്റെ സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും യേശു ക്രിസ്തുവിന്റെ സ്വന്തമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമല്ല. ചിലർ പറയാറുണ്ട് നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് യേശു ക്രിസ്തു അല്ല. പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് യേശു ക്രിസ്തു അല്ല, മോശയാണ് അതിന്റെ ആരംഭം. നരകം എന്ന് പറയുന്ന, ഹെൽ എന്ന് പറയുന്ന കാര്യത്തെ വെളിപ്പെടുത്തി കൊണ്ടുവന്നത്, അതിനെ കൃത്യമായി ബോധിപ്പിച്ചത് കർത്താവായ ദൈവത്തിന്റെ പ്രവാചകനായ മോശയാണ് അതിന്റെ ആരംഭം എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇനി അത് കഴിഞ്ഞിട്ട് യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ ഗഹന്നായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ബാബിലോൺ രാജ്യം വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയും അടിമകളാക്കി കൊണ്ടുപോവുകയും അവരുടെ ദേവാലയത്തെ ചുട്ടുകളയുകയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെയും നിഗ്രഹിക്കുകയും അവർ വാളിനിരയായി തീരുകയും ഗഹന എന്ന് പറയുന്ന ബെൻഹിന്നോം താഴ്വരയിൽ അവരുടെ ശവം കത്തിച്ചു കളയുകയും ചെയ്യും. അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉണ്ടെന്നുള്ള പരമയാഥാർത്ഥ്യം ലിറ്ററൽ ആയിട്ടുള്ള, ഫിസിക്കലായിട്ട് സംഭവിക്കാൻ പോകുന്ന ഇസ്രായേലിൻ ന്യായവിധിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് പഴയ നിയമത്തിൽ അതെല്ലാം ഫിസിക്കലാണ്, പുതിയ നിയമത്തിലെല്ലാം ആത്മീകമാണ്. സോറി സാർ, പഴയ നിയമത്തിലും ഫിസിക്കലാണ്, പുതിയ നിയമത്തിലും ഈ പറഞ്ഞ കാര്യം ഫിസിക്കലാണ്. കാരണം ഇത് സംഭവിക്കുന്ന കാലത്ത് പുതിയ നിയമം വെളിപ്പെട്ടു വന്നിരുന്നില്ല. പുതിയ നിയമം എന്ന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം പുതിയ നിയമമല്ല. പലതും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി, പഴയ നിയമത്തിന്റെ വിശദീകരണമാണ്. പഴയ നിയമവും നിലവിലുള്ള സമയത്താണ് ബൈബിളിലെ സകല പുസ്തകങ്ങളും എഴുതിയത്. കാരണം AD 70 ഈ പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണം പൂർണ്ണമായി നീങ്ങുകയും പുതിയ നിയമം പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തത് AD 70. ഈ രണ്ട് നിയമങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടമായി ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടൊരു ചിത്രമുണ്ട്. ഈ ചിത്രം വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ ഒരു ഹിഡൻ രേഖയായി കിടപ്പുണ്ട്. അത് തിരുവെഴുത്തുകളെ വിശദീകരിക്കാൻ ഒരു ദൈവഭക്തനെ സഹായിക്കുന്നത് ഈ ട്രാൻസിഷൻ പീരീഡ് എന്ന ഈ റിയാലിറ്റിയാണ്. ഇനി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞല്ലോ യോഹന്നാൻ വരെയാണെന്ന് പ്രവചിച്ചു, അതിനുശേഷം അതിന്റെ പൂർത്തീകരണമാണ് സംഭവിച്ചത്. യേശു ക്രിസ്തു തന്റെ
ഈ ലോക ജീവിതത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങിപ്പോകത്തില്ല. പ്രധാനപ്പെട്ടൊരു പോയിന്റ് ചെയ്ത്, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ, ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ മറക്കരുത്, ദറ്റ് ഇസ് ഓൾഡ് ഗവൺമെന്റ് ടെമ്പിൾ, ഓൾഡ് ഗവൺമെന്റ് പ്രീസ്റ്റ്ഹുഡ്, ഓൾഡ് ഗവൺമെന്റ് സിസ്റ്റം, റിലീജിയസ് സിസ്റ്റം, റിച്വൽസ്, ഫെസ്റ്റിവൽസ്, എവറിത്തിങ്, ഡയറ്ററി ലോ, മോറൽ ലോ, സിവിൽ ലോസ്, എവറിത്തിങ്, ദ ഓൾഡ് കവനന്റ് പൂർണ്ണമായി വേദപുസ്തകം അതിനെ വിളിക്കുന്ന പേര് ഇസ്രായേലിനെയും അവരുടെ ആ നിയമങ്ങളെ ഒരുമിക്കുന്ന പേരാണ് ആകാശം ഭൂമി. എത്രയോ സ്ഥലങ്ങളിൽ ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ ആകാശത്തോട് സംസാരിക്കുന്നു, ഭൂമിയോട് അരുളി ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം പദങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ വരുന്ന പ്രാസംഗികർ, നിങ്ങൾ പോപ്പുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, ബൈബിൾ പഠിപ്പിക്കുന്ന പഠിതാക്കളായ ബ്രദറൻ സഹോദരന്മാർ, ഈ കാണുന്ന ആകാശവും ഭൂമിയും കത്തിപ്പോകും എന്ന് പറയുമ്പോൾ യുക്തി അത്യാവശ്യമാണ്. ഇവർ പറയുന്നതിനെ വിശ്വസിക്കാൻ പോകരുത്. ബെരോവക്കാരുടെ ആത്മാവ് നിങ്ങൾക്കുണ്ടാകണം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. 10-100 കോടി ആളുകൾക്ക് വേണ്ടി കാണുന്ന പ്രപഞ്ചം മൊത്തം കത്തിച്ചു കളയുന്ന മാനസിക രോഗിയല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വെറും ഭൂതഗ്രസ്തനുമല്ല, ഭ്രാന്തനുമല്ല. അവൻ ജ്ഞാനിയായ ദൈവമാണ്. അവനറിയാം ഇതെല്ലാം കത്തിച്ചിട്ടല്ല പുതുതായിട്ട് ഉണ്ടാക്കേണ്ടത്. അവനറിയാം. നിശ്ചയമായിട്ടും നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ ഒരു പുതിയ സൃഷ്ടി. അതിന്റെ അർത്ഥം പഴയതിനെ മൊത്തം കത്തിച്ച് ചാമ്പലാക്കി മണ്ണ് കുഴച്ച് പുതിയ മനുഷ്യനുണ്ടാക്കി ജീവശ്വാസം കൊടുത്ത് വീണ്ടും പുതുസൃഷ്ടിയാക്കിയതല്ല പ്രിയപ്പെട്ടവരെ. പഴയതിനെ രൂപപ്പെടുത്തി കൃത്യമായ നിലയിൽ രൂപാന്തരപ്പെടുത്തി പുതുസൃഷ്ടിയാക്കി മാറ്റാൻ പ്രപഞ്ചത്തിന്റെ നാഥന് കഴിയാൻ പറ്റും. സൃഷ്ടിക്കാൻ കഴിയും, പുനഃസൃഷ്ടിക്കാൻ കഴിയും, രൂപാന്തരപ്പെടുത്താൻ പറ്റും, ഫോം ഉണ്ടാക്കാൻ പറ്റും, ഫാഷൻ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യും. ഗോഡ് ക്യാൻ ഡു എവറിത്തിങ്. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഈ കാണുന്ന ആകാശവും ഭൂമിയും അല്ലെങ്കിൽ കത്തിപ്പോകുകയില്ല. അത് വെറും ആളുകളുടെ, നമ്മുടെ പെന്തിക്കോസ്ത് സഹോദരന്മാരുടെ മനക്കോട്ടയാണ്. കാരണം നമ്മൾ പറയുന്ന സുവിശേഷം കേൾക്കാത്തവരും നമ്മൾ പറയുന്ന അംഗീകരിക്കാത്തതുമായ ധാരാളം ആളുകളുള്ള ലോകത്ത് നിന്നെ കത്തിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. കാരണം ഞാൻ പ്രസംഗിച്ചിട്ടും നീ കേൾക്കാത്തത് കൊണ്ട് നീ കത്തുന്നത് കാണാൻ ദൈവം ഞങ്ങൾക്ക് ഇടവരുത്തുമെന്ന് പറയുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവം നമ്മുടെ സുവിശേഷകന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. സോറി. ഇനിയും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ആരംഭമായിട്ട് പറയാം, ഇത് ഒരു പരമ്പരമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറയാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ ഇനി 10-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം, 6-7 വാക്യം. ഇനി കാലമുണ്ടാകുകയില്ല, 7-ാമത്തെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസനായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. എന്നൊക്കെ ഇനി കാലം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റ് കാലം തീരാൻ പോവുകയാണ്. ഇനി ഒരു കാലം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ആ കാലം, ദ ഏജ് ഓഫ് ദ ഓൾഡ് കവനന്റ് ഇസ് ഗോയിങ് ടു ബി ഫിനിഷ്ഡ്. 7-ാമത്തെ കാഹളമാണ് അന്ത്യകാഹളം. ആ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ 7th ട്രംപറ്റ്, അതായത് ലാസ്റ്റ് ട്രംപറ്റ് ഊതുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. എന്താണ് ആ ദൈവത്തിന്റെ മർമ്മമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവത്തിന്റെ ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ദാറ്റ് ഈസ് ജാതികളും അതെ യഹൂദന്മാരോടൊപ്പം തന്നെ ജനതയോടൊപ്പം തന്റെ സ്വജനത്തോടൊപ്പം തന്നെ ഏകശരീരസ്ഥൻ ആകുമാറ് ദൈവം അങ്ങനെ ഒരു പദ്ധതി സകല ജാതികളെയും ഉൾപ്പെട്ട് അവന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള ഒരു മർമ്മം പൗലോസിന് വെളിപ്പെട്ടിരുന്നു. അത് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത് 7-ാമത്തെ കാഹളത്തിൽ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, ഇതുവരെ ഈ കാഹളം ധ്വനിച്ചിട്ടില്ലെങ്കിലും ഏത് മർമ്മമാണ് ഫുൾഫില്ലായത്, ഏത് മർമ്മമാണ് നിവൃത്തിയായി, എന്ത് സിമ്പിളാണെന്നറിയാമോ? ഏതാ നിവൃത്തിയായി? നിങ്ങളും ഞാനും ഇന്ന് ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പുത്രന്മാരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായും തുടരുന്നു എങ്കിൽ അതിന്റെ കാരണം 7-ാമത്തെ കാഹളം നിവൃത്തിയായി എന്ന യാഥാർത്ഥ്യമാണ്. ആ കാഹളനാദത്തിന്റെ സമയത്താണ് സകലവും നിവൃത്തിയാകുന്നത്, ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകുന്നത്, പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതായ സകലവും നിവൃത്തിയാകുന്നത്. സോ we all, the all nations become one body of Christ through the faith of the Lord Jesus Christ. So ഇത് നിങ്ങൾ മറന്നുപോകുന്നത്, the mystery of the Lord is already finished on the 7th trumpet. That is the last trumpet that's already happened in AD 70. ഇനി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു മർമ്മത്തെ സംബന്ധിച്ച് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അവിടെയും ഇത്
അപ്പോസ്തലനായ പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അതിന്റെ പൂർത്തീകരണത്തെ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ അവസാനം വരെയും ഇതിന്റെ പൂർത്തീകരണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ഈ ദൈവികമായ പ്രോഗ്രാമിനെ കാണാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും അതേ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുമ്പോഴും ദൈവം തന്റെ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തിയ വാഗ്ദത്തത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ആൻഡ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ് ഇൻ ദ ഓൾഡ് കവനന്റ് that is revealed to the prophets and the saints in the old covenant, so that is fulfilled in AD 70 on the last trumpet. അവസാനത്തെ ട്രംപറ്റിൽ അത് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ചത് അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എൻ്റെ ഭാഷയിൽ പറയാം, ഞാൻ സംസാരിക്കുന്നത് അത് എൻ്റെ വാക്കുകളൊന്നുമല്ല, മറിച്ച് പ്രവാചകന്മാരും മോശയും പ്രവാചകന്മാരും എഴുതിയതല്ലാതെ മറ്റൊന്നും ഞങ്ങളോട് പറയുന്നില്ല. അപ്പം പൗലോസിന്റെ എഴുത്തുകൾ, പൗലോസിന്റെ ലേഖനങ്ങൾ, പൗലോസിന്റെ ഉപദേശങ്ങൾ, അപ്പോസ്തലിക ഉപദേശങ്ങൾ ഒന്നും അവരുടെ തനതായ ഇഷ്ടത്തിന് ഉണ്ടായതല്ല. അവർക്ക് സ്വയമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് വന്നതാണ്. അത് സത്യം. അല്ലാതെ പുത്തനായിട്ട് വന്നതല്ലാതെ ഓൾറെഡി ദൈവം തന്റെ പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ അപ്പോസ്തലൻ അല്ലെങ്കിൽ മോശയ്ക്കും ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതിന്റെ വിശദീകരണമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പുതിയ നിയമം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധാരണ ഒരു ബുദ്ധി പോരാ, ദൈവത്തിന്റെ കൃപ വേണം. പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ അകക്കണ്ണ് തുറക്കണം. എഫെസ്യർ 1:15 നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം എന്ന് നമ്മൾ മറന്നു പോകരുത്. ആ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിശ്ചയമായിട്ടും ദ ഓൾഡ് കവനന്റിന്റെ ന്യൂ കവനന്റ് എന്ന് പറയുന്നത് ഓൾഡ് കവനകത്ത് ദൈവം കൺസീൽ ചെയ്ത് വെച്ചിരുന്നതായ അതേ ദൈവത്തിന്റെ റിയാലിറ്റി ആയിരുന്നു. അത് ഷാഡോ ആണെങ്കിൽ ഇത് റിയാലിറ്റിയാണ്. അത് ടൈപ്പ് എങ്കിൽ ഇത് ആന്റി ടൈപ്പാണ്. അവിടെ ഫിഗറേറ്റീവ്ലി സംസാരിക്കുന്നു, ഇവിടെ യാഥാർത്ഥ്യത്തിൽ മറപൊരുളില്ലാതെ സംസാരിക്കുന്നു. അവർ കണ്ണാടിയിൽ കടമുടി പോലെ അവിടെ കാണുന്നു, പുതിയ നിയമത്തിൽ നാം മുഖാമുഖമായി കാണുന്നു. ഇതാണ് റിയാലിറ്റി, പ്രിയപ്പെട്ടവർ. സോ ഇവിടെ നിങ്ങൾ അടുത്തതായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിലെ എല്ലാ കാര്യവും അപ്പം വെള്ളസിംഹാസന ന്യായവിധി നിശ്ചയമായിട്ടും ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ വലിയൊരു വെള്ളസിംഹാസനത്തെ കണ്ടു. അപ്പം വെള്ളസിംഹാസനം പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ വായിക്കേണ്ട പ്രധാനം നോക്കി, വെള്ളസിംഹാസനം അതിൽ ഒരുത്തിരിക്കുന്നത് കണ്ടു, അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. ആകാശഭൂമി എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റ് കേട്ടോ. ഓൾഡ് കവനന്റ് ഒഴിഞ്ഞുപോയി, പിന്നെ അവയെ കണ്ടിട്ടില്ല. അപ്പം ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയ ശേഷം, ഓൾഡ് കവനന്റ് അങ്ങോട്ട് നീങ്ങിപ്പോയ ശേഷം ഉടനെ കാണുന്ന ചിത്രമാണ് മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഓൾഡ് ടെസ്റ്റമെന്റ് ആകാശം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാ ഒഴിഞ്ഞു പോയത്? AD 70 ഒഴിഞ്ഞു പോയി. ഇറ്റ്സ് ഓൾറെഡി പാസ്ഡ് അവേ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോയി. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീക്കം വരുന്നത്. അപ്പൊ ന്യായപ്രമാണം ഉള്ള സമയത്ത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് ഈ മുഴുവൻ കാര്യങ്ങളും സംഭവിക്കേണ്ടത്. അതിന്റെ ഒടുവിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണം നീങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാൽ ന്യായപ്രമാണവും നീങ്ങിപ്പോകും. ഇനി ശ്രദ്ധിക്കണം. അപ്പൊ ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്ന ആ ടൈമിലാണ് വെള്ളസിംഹാസന ന്യായവിധി. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ, ഇവിടെ മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകത്തിൽ എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. ഈ പുസ്തകങ്ങൾ എന്താണെന്നും ജീവന്റെ പുസ്തകം നോക്കി നമുക്ക് പിൽക്കാലം പിന്നെ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ പരിശോധിക്കാവുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിയേ, ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തിക്ക് തക്ക ന്യായവിധി ഉണ്ടായി. പ്രവൃത്തിക്ക് തക്ക ന്യായവിധി, ഇത് പ്രധാനപ്പെട്ട ഒരു വാക്ക്. ന്യൂ ടെസ്റ്റമെന്റിൽ ഒരാളെ ദൈവം ന്യായം വിധിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല, മറിച്ച് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഫോം എന്ന് പറയുന്നത്, ന്യൂ ടെസ്റ്റമെന്റിന്റെ ബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വർക്ക് ബട്ട് ഫെയ്ത്ത്. We are righteous by faith, we are holy by faith, we are redeemed by faith, we are forgiven by faith, we are accepted by faith, we are adopted by faith, we are born of God by faith. Everything is based on faith on the Son of God and faith of the Son of God. ദൈവപുത്രങ്കല വിശ്വാസത്താലാണ് ഞാൻ രക്ഷപ്പെട്ടത്, ദൈവപുത്രങ്കല വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധി ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. അപ്പൊ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഓൾഡ് കവനന്റ് ന്യായവിധി. അപ്പൊ വെള്ളസിംഹാസനം എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ അവസാനത്തിൽ സംഭവിക്കേണ്ട കാര്യം. ഇതിനെക്കുറിച്ച് യേശുക്രിസ്തു എന്താ സംസാരിച്ചതെന്ന് നമുക്ക് ഓരോ വാക്യങ്ങളെ നോക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകും. ദാനിയേൽ പ്രവചന പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന് 9 മുതൽ വാക്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ, അവർ ന്യായാസനങ്ങളിൽ വെച്ച് വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരൂപം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു.
ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അതിൽ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ശ്രദ്ധിക്കണേ, വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ച്. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്തു. നേരത്തെ നിങ്ങൾ വേണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെ കൊല്ലുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയും ചെയ്യലൂടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവരുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് കുറച്ച് ഒരു സമയത്തേക്ക് കാലത്തേക്ക് നീണ്ടു നിന്നു. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം കർത്താവ് യേശുക്രിസ്തുവിന്റെ AD 70 ശേഷം ആ ചില മൃഗങ്ങൾക്ക് കുറച്ചു കാലം കൂടെ ആയുസുണ്ട്. അത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റോ എന്നാണ് എൻ്റെ അനുമാനം. അടുത്ത രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനെ ഒരുത്തിനുമേ ആകാശമേഘങ്ങളോട് വരുന്ന ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ വന്നു. അവർ അവന്റെ മുമ്പിൽ അടുത്ത് പെരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു. കർത്താവ് യേശുക്രിസ്തുവിന്റെ മേഘത്തിലുള്ള വരവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ സകല ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിന് ലഭിക്കുന്നത് അവിടെ വെച്ചാണ്. സോ കമ്മിങ് ഓഫ് ദ ലോർഡ് ഇൻ ദ ക്ലൗഡ്. ഇനിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന വിഷയം, അതെ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ആ ന്യായാസനത്തിൽ ഇരിക്കുന്നവർക്ക് പുസ്തകങ്ങൾ തുറന്നു. ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? മൃഗത്തെ എന്ത് ചെയ്യും? കൊന്നുകളയും. ഏതായ മൃഗം? നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നോക്കി. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽക്കുകയും അതിനെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരും തീയും പ്രവാചകനെയും മൃഗത്തെയും ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളയും. അപ്പൊ ഇവിടെ മൃഗത്തെ എന്ത് ചെയ്യാണ്? ജീവനോടെ ഗന്ധകത്തിന്റെ തീപ്പൊയ്കയിൽ തള്ളിക്കളയുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം അവരെ വഞ്ചിച്ച പിശാചിന മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തീപ്. ആ ഗന്ധക തീപ്പൊയ്കയിലേക്ക് ആരെ ഇട്ടിട്ടുണ്ട്? ഈ മൃഗത്തെ. വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഗന്ധക തീപ്പൊയ്കയിലേക്ക് ഈ മൃഗത്തെയും കള്ളപ്രവാചകനെയും തള്ളിയിടുന്നു എന്ന് നമ്മൾ കാണുന്നു. അത് തള്ളിയിട്ടു എന്ന് നമ്മൾ വെളിപ്പാട് 20-ന്റെ അവസാനത്തെ ഭാഗത്ത് വായിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രവചനം ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ മൃഗത്തെ എന്ത് ചെയ്യുന്നു? തീയിലേക്ക് കത്തിച്ചു. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്ന ഒരു സംഭവം നടക്കുന്നു. അതോടൊപ്പം തന്നെ ന്യായവിധി നടക്കുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നു. ഈ പുസ്തകം തുറക്കും എന്ന് പറയുന്നത് യോഹന്നാൻ സ്വന്തമായിട്ട് കണ്ടതൊന്നുമല്ല. യോഹന്നാൻ കണ്ട ദർശനം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 7. അപ്പൊ അവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു പ്രത്യക്ഷതയുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തവൻ, തലമുടി നിർമ്മലമായ ആട്ടിരുമം. ഇതെവിടെ നമ്മൾ കാണുന്നുണ്ട്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായം. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കും, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായത്തിലാണ് ഈ ആട്ടുരോമം പോലുള്ള വെളുത്ത പഞ്ഞു പോലെ മുടിയുള്ളവൻ, അഗ്നിജ്വാലയുടെ കണ്ണുള്ളവൻ. ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥ ചക്രങ്ങൾ കത്തുന്നതുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാൽപാദം തീയിൽ ചുട്ട വെള്ളോടിന്റെ സാദൃശ്യമാണ്. അവന്റെ വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നത്. സോ ദീസ് ഓൾ തിങ്സ് ആർ the mission of the Lord Jesus Christ. So as a high priest. So നമ്മളവിടെ കാണുന്ന യേശുക്രിസ്തുവിന്റെ വസ്ത്രം എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ വസ്ത്രം. അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന് 9 മുതൽ പറയുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തിൽ കാണുന്ന യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യക്ഷതയും ഇതേ ചിത്രം തന്നെ നമുക്ക് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ കാണാൻ പറ്റും. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന് 4-ാം ഞാൻ നോക്കുമ്പോൾ വടക്കുന്ന ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശം എന്ന നടുവിൽ നിന്ന് തീയുടെ നടുവിൽ തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികൾ. ഇതെല്ലാം നിങ്ങൾ നോക്കിയേ, ഈ 4 ജീവികളെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുള്ള മറ്റ് 4 മുഖഭാവമുള്ള 4 മൃഗങ്ങൾ. സോ ഞാൻ പറഞ്ഞു, എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപവും എസെക്കിയേൽ 1-4 വെളിപ്പാട് 1-13 ദാനിയേൽ 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന ഈ ചിത്രങ്ങളെല്ലാം തന്നെ ക്രൈസ്റ്റിന്റെ പ്രത്യക്ഷത ആസ് എ ഹൈ പ്രീസ്റ്റ്. അതായത് പഴയ പ്രമാണത്തിന് നീക്കം വരുത്തി, പഴയ പൗരോഹിത്യത്തിന് നീക്കം വരുത്തി, ആ മഹാസർപ്പം എന്ന മഹാപുരോഹിതനെ ശ്രദ്ധിച്ചു കേൾക്കുക. മഹാസർപ്പം എന്ന് പറയുന്നത്, സാത്താൻ എന്ന് പറയുന്നത്, പിശാച് എന്ന് പറയുന്നത് മഹാപുരോഹിതനാണ്. അല്ലാതെ ഏതോ റോമിൽ നിന്നോ തുർക്കിയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ ഒക്കെ വരാൻ പോകുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല പ്രിയപ്പെട്ടവരെ. എപ്പോഴും ശ്രദ്ധിച്ചോണം, സാത്താൻ, പഴയ പാമ്പ് എന്ന് പറയുന്ന ഈ പിശാച് എന്ന് പറയുന്നത് അവിടുത്തെ മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതനെ പിടിച്ച് കത്തിക്കാനായിട്ട് ആരാ വന്നത്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ ദൈവപുത്രൻ. അവന്റെ പ്രത്യക്ഷതയാണ് നമ്മൾ വെളിപ്പാട് 1-13 കാണുന്നത്. ഇനി നിങ്ങൾ ഈ പറഞ്ഞെല്ലാം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോരുത്തർക്ക് അവരുടെ പ്രതിഫലത്തിന് അവർക്ക്
പകരം നൽകും. ഓരോരുത്തരെ അവരുടെ പ്രവൃത്തിക്ക് തക്കതായ പകരം നൽകും. ഇനി മറ്റൊരു വാക്യം നമുക്ക് വായിക്കാൻ മനസ്സിലാക്കുന്നത്, അത് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 16. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നിരിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ, I hope you are enjoying with me because we need to know that. Matthew chapter 16 verse 27. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തർക്കും അവനൊരു പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ശ്രദ്ധിച്ചു നോക്ക്. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരും. പറോസിയം. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ വരവ് എന്ന വാക്കിനെ മറക്കണം. അത് ആ തെറ്റായിട്ടുള്ള പഠനമാണ്. പറോസിയ മീൻസ് പ്രസൻസ്. അവന്റെ പ്രത്യക്ഷത, അവന്റെ പ്രസൻസ് is going to come and dwell with us. So അവൻ തന്റെ ദൂതന്മാരുമായി വരും. അടുത്ത വാക്യം, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അവൻ വരുന്നത് എന്തിനു വേണ്ടി? ഓരോരുത്തർ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം നൽകും. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ വെള്ളസിംഹാസനത്തിൽ എന്താ വന്നിരിക്കുന്നത്? മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്കതായ ന്യായവിധി ഉണ്ടായി. അപ്പം ഇത് പല പ്രാവശ്യം സംഭവിക്കുന്നതാണോ? അല്ല, ഇത് മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഞാനും പണ്ട് വിചാരിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്കറിയാമോ, അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം, ചെക്ക് ദ ബൈബിൾ. സെക്കൻഡ് കൊരിന്ത്യർ ചാപ്റ്റർ 5 1 മുതൽ പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ്. കൂടാരമായ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റ്, നമ്മുടെ മൺശരീരമല്ല, ഓൾഡ് കവനന്റ്. ആ കൂടാരത്തിൽ ഞരങ്ങുക എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റിൽ ജീവിക്കാന്ന്. പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം പറയുമ്പോൾ ഇദ്ദേഹം ഓൾഡ് കവനന്റിലാണ്. അഴിഞ്ഞു പോയ കൈപ്പണിയല്ലാത്ത നിത്യഭവന ദൈവത്തിന് ദാനം ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിക്കാത്ത, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ പുത്തൻ യെരൂശലേം, ഓൾഡ് ജെറുസലേം, ഓൾഡ് കവനന്റ്. ദിസ് ഇസ് ന്യൂ കവനന്റ്. സോ പോൾ പറയുന്നത് ഞങ്ങൾ ഈ ഓൾഡ് കവനന്റ് മാറി ന്യൂ കവനന്റ് ധരിപ്പാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഒരു ഭാഷാപ്രയോഗം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ ന്യൂ കവനന്റിനാൽ അവർ മൂടപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ താഴോട്ട് വരുമ്പോൾ പറയുന്നു, വീട്ടിൽ വിരിഞ്ഞ് ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെടുന്നു. 5-ാം വാക്യത്തിൽ, അതിനായി ഞങ്ങളെ ഒരുക്കിയത് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കർത്താവിനോട് അകന്നിരിക്കുന്നു. അപ്പൊ ശരീരത്തിൽ വസിക്കും. ഏത് ശരീരത്തിൽ വസിക്കുമ്പോൾ? നിങ്ങളുടെ പാസ്റ്റർമാരും നിങ്ങളുടെ ടീച്ചർമാരും പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ എങ്ങനെയാണ്? ശരീരത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അല്ല. Paul and all the old covenant saints, still they are in the body of Moses, as in the old covenant, under the old covenant. They are in the body of Moses. They are in the community of Moses. That's the covenant body. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ they are not in the body of Christ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, എനിക്ക് അവനിൽ ഇരിക്കണം, ക്രിസ്തുവിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഈ ഓൾഡ് കവനന്റ് ബോഡിയിൽ നിന്ന് എങ്ങോട്ട് പോകണം? ന്യൂ കവനന്റ് ബോഡിയിലേക്ക് പോകണം. അപ്പൊ അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? when Christ comes, സെക്കൻഡ് കമ്മിങ്. നോക്കിക്കേ, ഇരിക്കുന്നു, കാഴ്ചയല്ല വിശ്വാസത്തിലല്ല ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് വിട്ട് കർത്താവിനോടുകൂടെ ശരീരം വിട്ട്, ഏത് ശരീരം വിട്ട്? ഓൾഡ് കവനന്റ് ബോഡി വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ. ഏത് ശരീരത്തിലിരിക്കുമ്പോൾ? ഇതിന് മുകളിൽ പറഞ്ഞ ശരീരം ഏതാ? ഓൾഡ് കവനന്റ് ബോഡി. അതായിരിക്കുന്നത് ഓൾഡ് കവനന്റ് ബോഡിയിൽ. അല്ലാതെ ഞാൻ ഭൂമിയിൽ ഈ ഫ്ലഷിൽ ജീവിക്കുമ്പോൾ എന്നുള്ളതല്ല. ഞാനും ഇതങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഐ എം റിപ്പൻഡിങ്. എല്ലാ മെസ്സേജിലും എനിക്ക് മാനസാന്തരം വന്നുകൊണ്ടിരിക്കും. ഐ എം റിപ്പൻഡിങ്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ദ പേഴ്സൺസ് ദോസ് ഹു ആർ ഇൻ ദ ബോഡി ഓഫ് മോസസ് ഇരിക്കുമ്പോൾ, അടുത്ത വാക്യം പറയുന്നു, അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. നല്ലതും തീയതും പുതിയ നിയമത്തിന്റെ വേർഷൻ അല്ല. നന്മ തിന്മ ഓൾഡ് കവനന്റ് ആണ്. ചെവിയുള്ളവർ കേൾക്കുക. നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ്. അതുകൊണ്ടാണ് അവിടെ പുസ്തകം തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു, അല്ലാത്ത പുസ്തകം തുറന്നു. അതിൻ്റെ അർത്ഥം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരും തീപ്പൊയ്ക്ക് തെളിയണം. ജീവനുള്ളവർക്കും ജീവിക്കാത്തവർക്കും നന്മ ചെയ്തവരും തിന്മ ചെയ്തവരെ എല്ലാം കൂടെ കർത്താവ് തന്റെ ന്യായാസനത്തിന് മുൻപാകെ
കൊണ്ടുവന്നിട്ട് നന്മ ചെയ്തവർക്ക് നീതിയായും നിത്യജീവനാകും, അല്ലാത്തവർ എന്ത് ചെയ്യുക? നിത്യനാശത്തിലേക്ക് അല്ലെങ്കിൽ എറ്റേണൽ ജഡ്ജ്മെന്റിലേക്ക് അവർ പോകും. എറ്റേണൽ ജഡ്ജ്മെന്റ് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾ ഈ ഗ്രീക്കുകാരെ നിന്ന് കാണാതെ പഠിച്ചതും യഹൂദന്മാരെ അഡോപ്റ്റ് ചെയ്തതും പിൽക്കാലത്ത് നമ്മുടെ സഭ കെട്ടുകഥയായി പഠിപ്പിച്ചതുമായ എന്നേക്കും കത്തുന്ന അഗ്നി നരകമൊന്നും അല്ല പ്രിയപ്പെട്ടവർ. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ്. ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് ഓൺ AD 70. ധൈര്യത്തോടെ ഞാൻ പറയുന്നത്, AD 70 സംഭവിച്ചു. നിങ്ങൾ വേദോസം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് വെള്ള സിംഹാസനായി എന്ന് പറയുന്നു. ഫ്രം വേർ ഇറ്റ് കംസ്. ജീസസ് പറയുന്നു ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ഉണ്ടാകും. മത്തായി 16:27. 2 കൊരിന്ത്യർ ലേഖനം 5:20 വാക്യം, ഓരോരുത്തരും ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും നാം പ്രാപിക്കേണ്ടതിന് അവരെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എത്തേണ്ടി വരും. യെശയ്യാവിന്റെ പ്രവചനം 40:10-11 വാക്യങ്ങൾ വായിച്ചു നോക്ക്. അവൻ ഇതാ ഞാൻ വരുന്നു, കൂലി അവന്റെ പക്കലുണ്ട്, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. യെശയ്യാവിന്റെ 62:11-12 വാക്യത്തിൽ പറയുന്നുണ്ട് പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്, അത് നൽകുവാനായിട്ട് അവൻ കടന്നു വരുന്നു. സോ ക്രൈസ്റ്റിന്റെ സെക്കൻഡ് കമ്മിങ്, ദ പറോസി ഓഫ് ക്രൈസ്റ്റ് ഈസ് ടു ഗീവ് റിവാർഡ്സ്. റിവാർഡ്, നല്ലതും തീയതും ചെയ്യുന്നവർ. നിങ്ങൾ നോക്കിക്കേ, I just want to read one more verse in the book of Revelation chapter Amen Lord Jesus. അതിന്റെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിന്റെ 7-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഇത് അവകാശമായിരിക്കും, ഞാൻ അവന്റെ ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുഷ്ടന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, വിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന. ഈ കത്തുന്ന പൊയ്ക എന്ന് പറയുന്നത് ഒന്നാ പ്രിയപ്പെട്ടവരെ, കള്ളപ്രവാചകനെയും മൃഗത്തെയും ഇട്ട ഗന്ധക തീപ്പൊയ്ക. ആ തീപ്പൊയ്ക തന്നെയാണ് അറയ്ക്കപ്പെട്ടവർ, അവിശ്വാസികൾ. ഇതാരാ? പ്രവർത്തികൾ, ഓരോ പ്രവർത്തിയ. ഓൾഡ് കവനന്റ്, ഇറ്റ്സ് നോട്ട് ദ ന്യൂ കവനന്റ്. എഴുതി വെച്ചിരിക്കുന്നത് പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അവസാന പുസ്തകത്തിലാണ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ്, ദ ജഡ്ജ്മെന്റ് അപ്പോൺ ദ ഓൾഡ് കവനന്റ് പീപ്പിൾ, ദോസ് ഹു ആർ ഡൂയിങ് റോങ്. നല്ലതും തീയതും ചെയ്യുക, ഓൾഡ് കവനന്റ്. ഇവിടെ യേശുവിനെ വിശ്വസിക്കാത്തവർ എഴുതിയിട്ടുണ്ടോ? ഭീരുക്കൾ, അവിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മൾ പറയും അത് യേശുവിനെ കൊണ്ട് നമ്മൾ തിരികെ കയറ്റും. അവിടെ പഴയ നിയമത്തിലുണ്ടായിരുന്ന ഇഷ്ടംപോലെ അവിശ്വാസികൾ. എന്തുവായിരുന്നു അവരുടെ അവിശ്വാസം? എന്തായിരിക്കും പഴയ നിയമക്കാരുടെ അവിശ്വാസം? കൃത്യമായിട്ട് പറയാം. യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാകിയാൽ പാപത്തെ. അപ്പം യേശു ക്രിസ്തു ജഡാവതാരം എടുത്ത് അവരുടെ മുമ്പിൽ ജനിച്ച് വളർന്ന് ശുശ്രൂഷിച്ച് അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റുന്ന നിലയിൽ അവരുടെ കൂടെ താമസിക്കുമ്പോൾ, കൂടെ സഞ്ചരിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് അവൻ വിശ്വസിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുത്രനിൽ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ല അവർ. They died because they are under the old covenant, not the new covenant. New covenant is not established yet. So ഇവിടെ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയി, ദാറ്റ്സ് ഓൾഡ് കവനന്റ് നീങ്ങിപ്പോയി. ആബാലവൃത്തം എന്ത് ചെയ്തു? ആളുകളെ നമ്മൾ വെള്ള സിംഹാസന ന്യായതയുടെ മുമ്പാക്കണ്ടു. ഇനി ഇത് ഒക്കെ എപ്പോഴാണ് സംഭവിക്കേണ്ടത്? ഒരു കാര്യം, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയുന്നത് ഇത് മുദ്രയിടരുത്. ഇതൊക്കെ ഞാൻ കൃത്യമായ നിലയിൽ വളരെ വ്യക്തമായി വചനം വെച്ച് തെളിയിച്ചു കൊടുത്തിട്ടും നമ്മുടെ സഹോദരന്മാരുടെ തലയിൽ കയറത്തില്ല. അത്ര മതത്തിന്റെ അന്ധത ക്രൈസ്തവ സഭയെ ബാധിച്ചു എന്നൊരു ഭയങ്കര വേദനയാണ്. ഏകദേശം 360 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, പ്രവചന പുസ്തകം, 360 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ടതായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ നോക്കി തമ്പുരാൻ പറയുന്നു, പുസ്തകത്തെ മുദ്രയിടണം. ഏറിയ കാലം കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ഏറിയ കാലം എത്ര? 360 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഇത് സംഭവിക്കത്തുള്ളൂ. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതുന്ന യോഹന്നാനോട് തമ്പുരാൻ പറഞ്ഞു, ഈ പുസ്തകം മുദ്രയിടരുത്. ചെവി ഉള്ളവൻ കേക്ക്, മലയാളി കേക്ക്, പച്ചരി തിന്നുന്നവൻ കേക്ക്, നിനക്ക് ബുദ്ധി ഉണ്ടാക്കി കേക്ക്, നിന്റെ തലയ്ക്കകത്ത് വല്ല ആൾതാമസം ഉണ്ടാക്കി. വെളിപ്പാട് പുസ്തകത്തോട് പറഞ്ഞു ഇത് മുദ്ര ഇടരുത്. എന്തിനിടരുത്? ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പൊ 360 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട ദാനിയേൽ പ്രവചനത്തിന്റെ പുസ്തകത്തെ മുദ്രയിടാൻ പറഞ്ഞ തമ്പുരാൻ ഇവിടെ പറയുകയാണ് മുദ്രയിടരുത്. എന്തുകൊണ്ടാ? ഇത് പെട്ടെന്ന് സംഭവിക്കാൻ പോകും. എല്ലാവരും വായിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ആളുകൾ വായിച്ചിരിക്കണം. കാരണം ആ കാലത്ത് അത് സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. മത്തായി 24-ാം അധ്യായത്തിന്റെ 30 മുതൽ വാക്യം താഴെ വായിക്കുമ്പോൾ ഇതൊക്കെയും സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല.
ഇനി ഈ തലമുറ എന്തെന്ന് പറഞ്ഞാൽ 2025 ജീവിക്കുന്ന തലമുറയെ കുറിച്ച് അല്ലെന്ന് പുസ്തകത്തിൽ പഠിക്കണം ആദ്യം. നമ്മുടെ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, എനിക്ക് ആ തലമുറയോട് നീരസം തോന്നി. ഏത് തലമുറയോട്? മരുഭൂമിയിൽ പിറുപിറുത്ത തലമുറയോട്. അവരാരും കനാലിൽ പ്രവേശിക്കത്തില്ല എന്ന് ദൈവം സത്യം ചെയ്തു. ആ തലമുറ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ഈ തലമുറ എന്ന് യേശു പറഞ്ഞെങ്കിൽ യേശു ജീവിച്ചിരുന്ന തലമുറ. അതിനെ വലിച്ചു നീട്ടി, റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി 2025 കൊണ്ട് എത്തിച്ചിരിക്കുക നമ്മുടെ മഹാന്മാരായ സുവിശേഷകന്മാർ. ഇങ്ങനെയാണോ വേദോസം പഠിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ വേദോസം പഠിക്കുന്നത്? 1 എന്ന് പറഞ്ഞാൽ 300 എന്നല്ല പറയണ്ടേ. 1 എന്ന് പറഞ്ഞാൽ 1. 4 3 75 എന്നല്ല, 4 3 7. പക്ഷെ ഇവിടുത്തെ ആളുകൾ ബൈബിൾ പഠിക്കുന്നത് 4 4 16. അത് ഗുണമാണോ ആദ്യമോ ഒന്നും അറിയത്തില്ല. 4 4 16, 5 4 19. എങ്ങനെ കിട്ടി അറിയത്തില്ല. ഇങ്ങനെയാ ഇവിടുത്തെ ചേട്ടന്മാർ ബൈബിൾ പഠിക്കുന്നത്. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് മിശിഹ പറഞ്ഞെങ്കിൽ യേശു സംസാരിച്ച ജനറേഷനാണ്. ഈ കേൾവിക്കാർക്ക് വല്ല ഗുണം വരണ്ടേ ഇത്? അല്ലാതെ ഇവിടുത്തെ ചാത്തനും മാമനും ലോകത്ത് മുമ്പിൽ നിന്ന് കൺവെൻഷൻ വേദി വന്ന് പാവങ്ങളെ കളിപ്പിക്കാൻ പ്രസംഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ ഇതൊക്കെ? ആണോ? ബാലരമയിൽ നിന്നും മംഗളത്തിൽ നിന്നും ഇവിടുത്തെ പൂമ്പാറ്റയിൽ നിന്നും ഉള്ള സകല ശാസ്ത്രീയ തത്വങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഞാൻ ഒരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാൻ പോകും. യേശു ക്രിസ്തു അപ്പോക്കാലിപ്സ്, അതായത് വെളിപ്പാടിന്റെ ആ വചനം പ്രസംഗിച്ച അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ഇറാനി ബോംബിടുന്നതിനെ കുറിച്ചും അത് കണ്ടിട്ടോ, റഷ്യ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നതിനെ കുറിച്ചോ, റഷ്യയും ചൈനയും തമ്മിൽ എന്തോ വലിയ അലിയൻസ് വരുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തു പറയുന്നത് ഇസ്രായേലും ഗാസയും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം, ഇതൊന്നും അവരുടെ ചിന്തയെ പോലും ഇല്ല. വേദപുസ്തകത്തിലെ വാക്യം എടുക്കുക, കണ്ണി കണ്ടതിനെല്ലാം മണ്ടേ കൊണ്ടിടുക. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നാണമില്ലേ? ഐ അഷേംഡ് ഓഫ് യു പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇങ്ങനെയാണോ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ വിവരവും ജ്ഞാനമുള്ള ഒരു വേദാധ്യാപകനുമില്ലേ? എനിക്കിത് വേദന കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇല്ലേ? ബോധവും പൊക്കണമുള്ള നിങ്ങൾക്ക് ഇങ്ങനെ തെരണ്ടി പാലുകളുള്ള നീളമുള്ള ഇത് കാണുമല്ലോ, ഡിഗ്രി, TD PD BD സിഗരറ്റ്. ഇങ്ങനെയാണോ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് യേശു പറഞ്ഞു. അതിന്റെ അർത്ഥം തലമുറയോടാ. കേട്ടവർക്ക് അത് പ്രയോജനമില്ലെങ്കിൽ 2000 വർഷത്തിന് ജീവിക്കണം ഞാനാണോ മനസ്സിലാക്കേണ്ടത്? ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ജനറേഷൻ. ഐ എം വെരി മച്ച്. 2 ഗ്രൂപ്പാണ് ലോകത്ത് ഞാൻ കണ്ടത്. വെരി സോറി പറയുന്നത്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ, അവർക്ക് അവരുടെ ഖുറാൻ എഴുതി വെച്ചിട്ട് അങ്ങ് അക്ഷരം പ്രതി നടക്കും. 2 ക്രൈസ്തവ ലോകത്തെ പെന്റിക്കോസ്റ്റൽസ് ആൻഡ് ബ്രദറൻസ്. ഇത് 2 തീവ്രവാദ ഗ്രൂപ്പുകൾ. അക്ഷരം പ്രതി മേഘത്തിൽ വരണം, കുതിരപ്പുറത്ത് വരണം, അഗ്നി അങ്ങനെ വരണം. ലിസൺ ടു മീ. The Bible is Bible. It is inspirational scripture. It will never change. വെള്ളസിംഹാസന ന്യായവിധി is the judgment upon the people of Israel under the old covenant. That is the end of the old covenant. Because ന്യായാസനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ സിംഹാസനം ഇരിക്കുന്നത് നല്ലതും തീയതും ചെയ്തവർക്ക് കൊടുക്കാനുള്ള ന്യായവിധിക്കാം. Gospel is not based on good and evil. Gospel is based on faith on the Son of God under the life of Jesus Christ. We are under the covenant of the new covenant. So under the covenant of life, we are under the new covenant. We are in the new heavens and the new earth. This is starting. It's a beginning. It's an introduction. മറക്കരുത്, വെള്ളസിംഹാസന ന്യായവിധി പഴയ നിയമത്തിന്റെ ഉപദേശങ്ങളുടെ പൂർത്തീകരണമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ നേതാക്കന്മാർക്കും ബൈബിൾ കോളേജിലെ പ്രൊഫസർമാർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറ, ഇതിന് മറുപടി തരാൻ പറ. ആസ്തം. കാരണം അറ്റ്ലീസ്റ്റ് ജനങ്ങളെങ്കിലും ബോധവാന്മാരാകും. നിങ്ങളെ കളിപ്പിക്കവര്. ഞാൻ ഈ സാധാരണക്കാരോട് നിങ്ങളെ കളിപ്പിക്കും. ഇത് കേട്ടോണ്ടിരിക്കുന്ന പാസ്റ്റർമാർക്ക് ഇപ്പൊ ഭ്രാന്ത് കയറുമെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, ഊളംപാറ പോയാൽ മതി. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെങ്കിൽ ഊളംപാറ പോവുക. പക്ഷെ ജനത്തെ നിങ്ങൾ കളിപ്പിക്കുക, നിങ്ങൾ വഞ്ചിക്കുക, നിങ്ങൾ ചതിക്കുക. പാവം ജനതയെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി സകല മനുഷ്യരെയും കത്തിക്കുന്ന ഒരു ദൈവത്തെ, ഐ എം വെരി മച്ച് സോറി, ദാറ്റ് ഈസ് നോട്ട് മൈ ഫാദർ.
അത് എൻ്റെ ബൈബിളിലെ പിതാവ് അങ്ങനല്ല. സോ see you on the next video. May the Lord really bless you. നിശ്ചയമായിട്ട് ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഈ പഠന പരമ്പര തുടരാം. അടുത്ത വീഡിയോയിൽ കാണാം. God bless you. Thank you.